അപ്പം തന്നെ കോച്ചിങ് കൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം DSM റിവാർഡ് റൈഡർ ഫണ്ട് അച്ചീവേഴ്സ് ആണ്. ദ വെരി ഫസ്റ്റ് വൺ സുരേഷ് കുമാർ കെ. ഒരു നല്ല കൈയടി നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. ഋഷിത മനോഹർ റിവാർഡ് നൽകാൻ വേണ്ടിയിട്ട് കോച്ച് തന്നെ സ്നേഹപൂർവ്വം ഒരു നല്ല കൈയടിയോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇവരെല്ലാം നമുക്കറിയാം റിവാർഡിലേക്ക് വരുന്നത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഇതിന്റെ വിഷുവാടിന്റെ പിന്നിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് ഒരുപാട് പേരുണ്ട്. അവർക്കുള്ള ഒരു റെക്കഗ്നീഷനും അവാർഡും ഒക്കെയാണ്. DSM റിവാർഡ് റൈഡർ ഫണ്ട് അച്ചീവേഴ്സ് ആണ്. ഋഷിത മനോഹർ നല്ലൊരു കൈയടിയോട് കൂടി തന്നെ ദിശയ്ക്കുള്ള റിവാർഡ് നൽകിയാണ്. ഐശ്വര്യ സുരേഷ് റൈഡർ ഫണ്ടാണ് DSM റിവാർഡ്. അടുത്തത് 5 ലക്ഷം രൂപയുടേതാണ്. ZSTM റിവാർഡാണ് കാർ ഫണ്ട് അച്ചീവേഴ്സിനുള്ളത്. 5 ലക്ഷം രൂപയുടേത്. ZSTM റിവാർഡാണ് കാർ ഫണ്ട് അച്ചീവേഴ്സിനുള്ളതാണ്. 5 ലക്ഷം രൂപയുടേത്. അക്ഷയ് സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കയ്യടികൾ 5 lakhs റിവാർഡ് വാങ്ങുന്ന ആളുകളെ കൈയടിയാണ് ഒപ്പം കണ്ടത്. 5 lakhs. 5 ലക്ഷത്തിൽ നിന്ന് നമ്മൾ നേരെ 50 ലക്ഷത്തിലേക്ക് പോവാണ്. NSM റിവാർഡ് പ്രീമിയം കാർ ഫണ്ട് അച്ചീവേഴ്സ് ആണ്. 1, 2, 3 അല്ലടാ. ഇത്രയൊക്കെ അക്കങ്ങൾ 50 ലക്ഷം. ഇതാണ് സുനി ഞങ്ങളുടെ കമ്പനിയുടെ പ്രത്യേകത. 50,000 മുതൽ തുടങ്ങി $50 lakhs പ്രീമിയം കാർ ഫണ്ട്. പ്രീമിയം കാർ ഫണ്ട് അച്ചീവേഴ്സിനുള്ള 50 ലക്ഷം രൂപ അദ്ദേഹം ദാസിയിരിക്കുന്ന വേദിയിലേക്ക് വരികയാണ്. നിറഞ്ഞ കയ്യടികൾ നമുക്ക് എവിടെ നൽകാം. നമ്മുടെ കൂടെ നിന്ന് വളർന്നവർക്ക് നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ടും അംഗീകാരം ഒക്കെ തന്നെ നൽകേണ്ടത്. ചെയ്യുകയാണ്. അടുത്തത് സ്വപ്ന കെ. അടുത്ത ആളെ ഇങ്ങനെയൊന്നും വിളിച്ചാൽ പറ്റൂല. നമ്മുടെ സ്വപ്നത്തെ അടുക്കളയിൽ നിന്ന് ആരംഗത്തേക്ക് എന്ന രീതിയിലേക്ക് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഒന്നും നോക്കിയേ. ഒരു വീട്ടമ്മയുടെ വിജയമാണ് നമ്മുടെ കൂടെ കാണാൻ പോകുന്നത്. 50 ലക്ഷം രൂപയുടെ റിവാർഡാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഇൻകങ്ങൾക്കും പുറമെ ഇതാ ഇന്ന് 50 ലക്ഷത്തിന് മറ്റൊരു പേരും കൂടി അര കോടി രൂപയുടെ ചെക്ക്. ഒരു നല്ല കൈയടികൾ നേർന്നുകൊണ്ട് സ്വപ്നയ്ക്കുള്ള ഈ ഒരു റിവാർഡ് ഈ ഒരു വേദിയിൽ വെച്ച് നൽകിയാണ്. NSM റിവാർഡ് പ്രീമിയം കാർ ഫണ്ട് അച്ചീവേഴ്സിലുള്ളതാണ്. സുജിത് പിയേഴ്സ്. നമുക്ക് ഈ 3 പേര് ഒരുമിച്ച് സ്റ്റേജിൽ വിളിച്ചാൽ 1.5 കോടി ആവൂലേ? അല്ലെ? 50 ലക്ഷം ഒരുമിച്ച് നിൽക്കുമ്പോ 1.5 കോടിയെ കാണാൻ വേണ്ടിട്ട് 3 പേരെയും ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വപ്നജി, സുജിത്. നിങ്ങൾക്കുള്ള മറുപടി വേറൊന്നുമില്ല. ഇന്ന് ഒരു മുക്കോ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ഫിഷിഗാർഡ് എന്ന് പറയുന്ന കമ്പനി 21ാം വയസ്സിൽ ഏറ്റെടുത്ത് 6 വർഷത്തിനിപ്പുറം ഈ 50 ലക്ഷം എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാരണ്ടി പറയാണ്, ആഗ്രഹത്തിന് ഒരുമിച്ച് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളുകളിൽ നിങ്ങളുടെ ഡേ ആണ്. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഫിജിക്കാരൻ 2019 ലാസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതുൽ സാർ പ്ലാൻ തരുന്നത് എൻ്റെ വീട്ടിൽ വെച്ചാണ്. ആ വീടിന് 4 ലക്ഷം രൂപയുടെ ലോണ് അടയ്ക്കാൻ പറ്റാത്തത് കാരണം ജപ്തി ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഫിജിക്കാർ സ്റ്റാർട്ട് ചെയ്തത്. 4 years after 50 lakhs. എന്താ പറയുക, അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ബട്ട് അത് കറക്റ്റായിട്ട് നമ്മളതിനെ മോൾഡ് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി. ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു 5 വർഷം നമ്മൾ മറ്റേതെങ്കിലും ഒരു മേഖല ചൂസ് ചെയ്താൽ പോലും ഈ കാണുന്ന എമൗണ്ട് പോലും എത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഇതടക്കം ഏകദേശം 3.5 കോടി രൂപയായി കഴിഞ്ഞ 4 വർഷം കൊണ്ട്. താങ്ക് യു. ഫിജിക്കാർഡ് ചെയ്യുന്ന 4 വർഷമായി. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എന്നെ ഒരു സമയത്ത്
ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്, എൻ്റെ ഹസ്ബൻഡ്. അത് എന്താ പറയാ, നിങ്ങളെ മുന്നിൽ എനിക്ക് എന്തായാലും ഇയാളൊന്ന് അംഗീകരിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഒരു രണ്ടാമത്തെ റാങ്ക് എത്തുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല. 20,000 രൂപയാണ് നമ്മുടെ രണ്ടാമത്തെ റാങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നത്. ആ ഒരു അക്കൗണ്ടിൽ 20,000 രൂപ വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മാറിയിട്ടുണ്ട് നല്ല പോലെ. കാരണം ഇപ്പോഴും എനിക്കറിയാം, രാത്രി 12 മണിക്കായാലും 1 മണിക്കായാലും എൻ്റെ കൂടെ ഏത് സമയത്തും വർക്ക് എന്ന് പറയുന്ന സമയത്ത് ഒന്നും നോക്കാതെ എന്നെ അത്രയ്ക്കും സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഈ ഒരു 50 ലക്ഷത്തിനെക്കാട്ടപ്പുറം എനിക്ക് എൻ്റെ ഭർത്താവിന് കൊടുക്കാനുള്ളത് ഒരു ഗിഫ്റ്റ് വേറെ ഉണ്ട്. Wow, 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 wow! What a moment! 50 ലക്ഷം മാത്രമല്ല, ആ ഫിജിക്കാർട്ട് ഫാമിലി, ഇറ്റ്സ് എ റിയൽ ഫാമിലി, ബ്യൂട്ടിഫുൾ. ആ ഒരു വികാരം അല്ലേ, ആ ബൈൻഡിങ് അല്ലേ, വെറും കാശ് ബിസിനസ് മാത്രമല്ല, ഇറ്റ്സ് എ ഫാമിലി അല്ലേ, ആ ഐക്യം അത് ഭയങ്കര ഒരു നിമിഷമാണ്. 50 ലക്ഷത്തിന്റെ വില മാത്രമല്ല, ആ വികാരഭരിതമായ ആ ഇതുണ്ടല്ലേ. എനിക്ക് തോന്നുന്നത് ഇത്ര സ്നേഹത്തിൽ വീട്ടിൽ പോലെ ഇത്ര നല്ലൊരു ഉമ്മ കൊടുത്തു കാണില്ല അടുത്ത കാലത്ത്. ഇനി അജയ് സാറിന് തെറ്റിയെന്നാണോ? ഇത്രയും ഒരു എമൗണ്ട് വരാനുള്ള സാധ്യത ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ 2 തവണ അജയ് സാറിനോട് എടുത്തെടുത്ത് ചോദിച്ചു, എമൗണ്ട് കറക്റ്റ് ആണോ, ഇത്രയും വലിയ റിവാർഡാണോ നമ്മൾ നൽകാൻ വേണ്ടി പോകുന്നത്? നമ്മൾ 5,000-ലെത്തി, 5 ലക്ഷത്തിലെത്തി, 50 ലക്ഷത്തിലെത്തി. ഇനി നെക്സ്റ്റ് ഏതാണെന്നറിയോ? കുറച്ചും കൂടി സൗണ്ടിൽ പറയോ? അത് തന്നെ. 1 കോടിയിൽ എത്ര പൂജ്യമുണ്ട്? 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി. 7 പൂജ്യമുള്ള ചെക്ക് വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു കൈയടി കൊടുക്കുകയാണെങ്കിൽ I would like to invite the one and only Renjulal. Ladies and gentlemen, NSDM reward for fund achievers, the one and only man, Renjulal. ഒരു വലിയ കൈ നൽകിക്കൊണ്ട് തന്നെ സ്നേഹപൂർവ്വത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒന്നും രണ്ടൊന്നല്ല, 1 കോടിയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അത്രമാത്രം നന്ദി അറിയിച്ചുകൊണ്ടും സന്തോഷം അറിയിച്ചുകൊണ്ടും തന്നെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരച്ഛന്റെ മകൻ 5 വർഷം കൊണ്ട് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഒരു രാജാവിനെ വിശ്വസിച്ച് ഈ കൺസെപ്റ്റിനെ ഏറ്റെടുക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ എന്റെ അച്ഛനെ അമ്മയെ രാവിലെ വിളിച്ചു, നിങ്ങളുടെ മകന് 1 കോടി രൂപ വാങ്ങാൻ പോകുന്നു. എന്റെ അച്ഛൻ 5 വർഷം മുമ്പ് വരെ സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. 5 വർഷം മുമ്പ് വരെ ആളെപ്പോഴും എന്താ പിച്ചും പേരും പറയേണ്ടിയിരിക്കുന്നു. ഒന്നും പറയാനില്ല. നിങ്ങളെ പരച്ചെടുത്ത ദൈവത്തിൽ ഒരു ഉദ്ദേശം ഉണ്ടാവും, അത് നിങ്ങളായിട്ട് തെറ്റിക്കരുത്. ഇതുപോലൊരു വേദി നിങ്ങൾക്കും നടക്കും. മലയാളം മാത്രം അറിയാവുന്ന ഒരു തിയേറ്റർ ജോലിക്കാരന്റെ മകൻ ഒരു 12,000 രൂപ വരുമാനം വാങ്ങിക്കൊടുക്കുന്ന ഒരു ജ്വല്ലറി സെയിൽസ്മാൻ 1 കോടി രൂപ വാങ്ങാൻ പോകുന്നു. ഒന്ന് എണ്ണി നോക്കട്ടെ പോയി സാറേ. 7 പൂജ്യം പറഞ്ഞത്, ഇത് എണ്ണി നോക്കണം. 1, 2, 3, 4, 5, 6, 7. Correction. 7 എന്റെ അയൽവാസി ആള് സഞ്ചരിക്കുന്നത് KL76B0001 ബെൻസിലാണ്. ആളുടെ സുഹൃത്ത് സഞ്ചരിക്കുന്നത് KL76C0001. 1,04,20,000 രൂപയുടെ വണ്ടി, 1 കോടി രൂപയുടെ വണ്ടിയും 1 കോടി രൂപയുടെ സിംഗിൾ ചെക്കും. പണ്ടൊരു ടൈലർ ഷോപ്പിൽ പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് കയറി വന്ന് എന്നോട് ചോദിച്ചതാ, സാറേ ഇതൊക്കെ എനിക്ക് കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു കിട്ടുന്നു. അന്ന് ഒരാളെ കിട്ടാൻ വേണ്ടി പറഞ്ഞ പോലെ. പക്ഷെ ഈ 50 ലക്ഷം 1 കോടി എങ്ങനെ വായിച്ചെന്ന് എനിക്കറിയില്ല. ഒരുപാട് എന്താ പറയാ പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നാലും രഞ്ജുലാൽ 1 കോടി വാങ്ങുന്നതിനേക്കാൾ സന്തോഷം സ്വപ്നേച്ചിനെ പോലുള്ള 50 ലക്ഷം രൂപയൊക്കെ വാങ്ങുന്നതാണ്. ഞാൻ ആലോചിക്കുക, കയ്യടി.
ചോദിക്കാം, 1 കോടി രൂപ ഒരു ആവറേജ് സാലറി കിട്ടുന്ന ഒരു വ്യക്തി, ഒരു 25,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തി എത്ര വർഷം കൊണ്ടാവും 1 കോടി രൂപ സമ്പാദിക്കുക? ഒരു മാസം 25,000, ഒരു വർഷം 3 ലക്ഷത്തിന്റെ താഴെ അല്ലേ? ഒരു വർഷം 10 വർഷം പണിയെടുത്താൽ 30 ലക്ഷം, 20 വർഷം പണിയെടുത്താൽ 60, 30 വർഷം പണിയെടുത്താൽ 90 ലക്ഷം, പിന്നെയും കിടക്കണം 10 ലക്ഷം. 30-35 വർഷം പണിയെടുത്താൽ ഒരായുസിൽ കിട്ടുന്ന ഒരു ശമ്പളം എത്ര സമയം കൊണ്ട്? അല്ലെ, ശരിയാണോ? കണക്ക് ശരിയാണോ? 30-35 വർഷം പണിയെടുക്കണോ ഒരു 25,000 രൂപ ശമ്പളക്കാരന്? യെസ് ഓർ നോ? അതും കിട്ടാൻ പണിയില്ലാണ്ട് നടക്കുന്ന ആൾക്കാർ 25,000 രൂപ. റിയലി അപ്രീഷിയേറ്റ്. 5 കോടി വേറെ കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയുന്ന മുമ്പ്. അപ്പോ 5 കോടി 30, 60, 70, 80 വർഷത്തെ വരുമാനം ആയി കഴിഞ്ഞപ്പോ ഒരാഴ്ചയിൽ കൂടുതൽ വരുമാനം നേടിക്കഴിഞ്ഞു. ഫിജി കാർട്ട് വളർന്നാൽ ഞാൻ വളരും, എനിക്കൊപ്പം നിങ്ങളും വളരും. അതാണ് 53 പേരാണ് വന്നിട്ടുള്ളത്. അപ്പം അവരോടാണ് ഈ സൈഡിലോട്ട് വരാൻ